കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ മെഡിറ്റേഷൻ്റെ ആ ഒരു വീഡിയോ ഒരുപാട് പേര് കണ്ടു. അപ്പോൾ കണ്ടതിൽ നിന്ന് പലതരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ കമൻസിൽ ഒക്കെ വന്നതും പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ അതിനൊരു റിവ്യൂ പോലെ ചെയ്യണം എന്ന് തോന്നിയിട്ട് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പം നിങ്ങൾ തരുന്ന സ്നേഹം, സപ്പോർട്ട്, ആ ഒരു കമൻസിലാണെങ്കിലും ഒക്കെ വീഡിയോ കണ്ടിട്ട് ഉള്ള ആ ഒരു പ്രചോദനം, എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ചക്രാസിൻ്റെ ആക്ടിവേഷൻ വന്നപ്പോഴും ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തതാണ് ഫുൾ ചക്രാസിൻ്റെ ആക്ടിവേഷനുള്ള ഒരു വീഡിയോ ഇടണേ എന്നുള്ളത്. അങ്ങനെയാണ് കഴിഞ്ഞ ആ ഒരു മെഡിറ്റേഷൻ്റെ ഫുൾ പ്രോസസ്സ് എനിക്കറിയാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ആദ്യമായി ഈ കാര്യം എനിക്ക് അനുഭവത്തിൽ വന്നതെന്ന് വെച്ചാൽ, നമ്മൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആത്മീയത, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം അറിയാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ആ സോളിന് അതിന് പാസ്റ്റ് ലൈഫിൽ നമ്മൾ മുമ്പേ എത്ര ജന്മങ്ങൾ ഇവിടെ ഭൂമിയിൽ കടന്നു പോയി എന്നൊന്നും നമ്മൾക്കറിയില്ല. പക്ഷേ ആ ജന്മത്തിലെല്ലാം നമുക്ക് ആ സോളിന് ഈ പറയുന്ന ഈ സ്പിരിച്വാലിറ്റി, മെഡിറ്റേഷൻ, അങ്ങനത്തെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിനെ അറിയാനുള്ള ആ ഒരു ശ്രമം, അങ്ങനെ എന്തൊക്കെയോ ആ സോളിന് എന്തൊക്കെയോ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു എസൻസ് അതിലുണ്ടായതുകൊണ്ടാണ് നമുക്ക് അതിലേക്ക് മൂവ് ചെയ്ത് ഇതെന്താണ് എന്നറിയാനും അതിനെക്കുറിച്ച് കേൾക്കാനും ഒക്കെ ആൾക്കാർ വരുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും പിന്നെ വീഡിയോ കാണുന്നതും വ്യൂ ചെയ്യുന്നതും ഒക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ച് വീണ് അവൻ്റെ ആ പിച്ച വെച്ച് നടക്കുന്ന കാലം, ബാല്യം, പിന്നെ കൗമാരം, യൗവനം, പിന്നെ വാർദ്ധക്യം എന്ന് പറയുന്നത് പോലെ നാം ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, ആ ഒരു സോളിൻ്റെ ഗ്രോത്ത് ലെവൽ എന്ന് പറയുന്നത് പല ഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ചൈതന്യത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ആ സോളിൻ്റെ ഗ്രോത്ത് ലെവൽ എന്ന് പറയുന്നത് പല ലെവലാണ്. നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. നമ്മളിലുള്ള ക്രിയേറ്റിവിറ്റി, ഐഡിയ, അങ്ങനത്തതെല്ലാം വ്യത്യസ്തമായതുകൊണ്ട്, ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂട്ടത്തിൽ കമൻസ് വന്നപ്പോൾ ഒരു ആൾ ചോദിച്ചതായിരുന്നു, ഞാൻ 2 വർഷമായി മെഡിറ്റേറ്റ് ചെയ്യുന്നു, ആ കമൻറ്റ് അതുപോലെ പറയുന്നതിന് ഇറിറ്റേറ്റഡ് ഒന്നും ആവണ്ട, നമുക്കെല്ലാം തുറന്ന ഒരു പുസ്തകം പോലെ ചർച്ച ചെയ്യുകയാണ്. 2 വർഷം കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നു, പക്ഷേ എനിക്കങ്ങനെ ഒരു തണുപ്പോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് കയറി പോയി, അല്ലെങ്കിൽ ഈ 2 വർഷം മെഡിറ്റേറ്റ് ചെയ്തപ്പോഴും എനിക്ക് മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല എന്നും ഒരേ രീതിയിൽ തന്നെ ആണ് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ്, അപ്പം ഞാൻ ഇനി എന്താണ് വേണ്ടത് എന്ന് ഒരു ചോദ്യം വന്നു. അപ്പോൾ ഞാനതിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ധൃതിപ്പെട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അതിൽ വേറൊരു വ്യക്തി എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല, വേറൊരു സോള് അപ്പോൾ വന്നതിന് മറുപടി കൊടുത്തത്, ഒരു ബ്രേക്ക് എടുത്ത് നോക്കൂ, അപ്പോൾ അതിന് വ്യത്യാസം അറിയാവുന്നുള്ളൂ. ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പറയുകയല്ല. ഇത് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ 2 വർഷമായി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നതിനെ കടന്നു പോകുമോ, നിർത്തി വെച്ചിട്ട് പോകുമോ? എത്ര സോളിന് ആ പവറുണ്ട്? നിങ്ങളുടെ പർപ്പസിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മെഡിറ്റേഷൻ നിർത്തരുത്. കാരണം ഞാൻ ഒരുപാട് വിയേർഡായിട്ടുള്ള, വേദനാജനകമായിട്ടുള്ള അല്ലെങ്കിൽ അനുഭവങ്ങൾ, അല്ലെങ്കിൽ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ മറ്റുള്ളവരോട് എത്ര എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ, ഒന്നുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ, അങ്ങനെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഇതുപോലെ 100,000 ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സ്പിരിച്വൽ അവേക്കനിങ് കിട്ടി, ഒരു ട്വിൻ ഫ്ലെയിമാണ് ഞാൻ. അപ്പോൾ ആ ഒരു ജേണിയിലൂടെയൊക്കെ കടന്നുപോയി. പിന്നെ എൻ്റെ ലൈഫ് പർപ്പസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഒരു എംപാത്താണ്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് വർക്കറാണ്. മറ്റുള്ളവർക്ക്
അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഹീല് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളുടെ സത്യം നമ്മൾ ഉൾക്കൊണ്ട് നമ്മളിരിക്കുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും, ഇവരങ്ങ് ഭയങ്കര എന്തോ സംഭവമാണ് എന്നൊക്കെയുള്ള രീതി ആയതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയില്ല. പക്ഷേ ഈ ഒരു ലെവലിലേക്ക് ഓരോ ഈ ആത്മീയത സ്പിരിച്വാലിറ്റിയിലൊക്കെ ലെവലിലേക്ക് എത്തിച്ചേരുന്ന ആൾക്കാർ ഇതൊന്നും ആരോടും പറയാത്തത് എന്ന് വെച്ചാൽ അവരെന്തെല്ലാം അച്ചീവ് ചെയ്തോ അതിന് ഒരു 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വേദനകൾ അവരിൽ ജനിപ്പിച്ചുകൊണ്ട് ഓരോ സാഹചര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് നമ്മളുടെ ഈ ജീവിതമാകുന്ന ഈ ഊരാക്കുടുക്കിൽ മായ എന്ന് പറയും. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതിനകത്ത് മായ എന്ന് പറയുന്ന അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത് മായാവലയം, അതായത് നമ്മളുടെ ആ ഒരു കാർമിക് സൈക്കിൾ, അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ പുൾ ചെയ്ത് നിങ്ങളിങ്ങ് വെളിയിൽ വരുമോ, ആ കാർമിക് സൈക്കിൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു ന്യൂ സൈക്കിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആർ യു റെഡി എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഴയ രീതി തന്നെയാണ് തുടരുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു ചേഞ്ചും ഇല്ലാതെ അതിൽ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ സോളിനെ വളരെ പവർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം നിങ്ങൾ കൊടുക്കുന്നോ അത്രയും സമയം യൂണിവേഴ്സും അതിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിർത്തി വയ്ക്കരുത്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഏറ്റവും പരമമായി കിട്ടുന്ന ഒന്ന് എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആയിരിക്കുക, സ്പിരിച്വലി, മെൻ്റലി, ഇമോഷണലി ആൻഡ് ഫിസിക്കലി വളരെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. എന്ത് വലിയ പ്രശ്നം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോഴും അതിനെ വളരെ കൂളായിട്ട് എടുത്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് നീങ്ങാനുള്ള നമ്മളുടെ മാനസിക ശേഷി അതാണ്. പിന്നെ ആ ഒരു സോളിൻ്റെ ലൈഫ് പർപ്പസ്, ഈ ഭൂമിയിലേക്ക് യൂണിവേഴ്സ് വിട്ടിരിക്കുന്ന ആ ഒരു ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളെ അതിലേക്ക് ഗൈഡ് ചെയ്യാൻ ചിലപ്പോൾ 1-2 നിങ്ങളുടെ ആ ഒരു ആയുസ് അല്ലെങ്കിൽ ലൈഫ് പർപ്പസ് അറിയാനുള്ള ലൈഫ് സിറ്റുവേഷൻ അത് ഒരു ജന്മം അല്ലെങ്കിൽ 2 ജന്മമൊക്കെ കടന്നാൽ മാത്രമേ മൂന്നാമത്തെ ഒരു ജന്മത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊന്നും നമ്മുടെ കയ്യിലല്ല, അതെല്ലാം ആ സുപ്രീം പേരൻറ്റിൻ്റെ കയ്യിലായതുകൊണ്ട് ഒന്നിനും ജഡ്ജ്മെൻറ്റിലാവണ്ട, ഒന്നിനും ക്വസ്റ്റ്യനബിൾ ആവണ്ട. നമ്മൾ ചെയ്യുന്നതെല്ലാം ഗോ വിത്ത് ദ ഫ്ലോ. എന്താണോ മുന്നിൽ വരുന്നത് അതുപോലെ അതിനെ അങ്ങ് വിട്ടേക്കുക. ഒരിക്കലും ഒരു പീപ്പിൾ പ്ലീസർ ആയിക്കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യത്തിനെ നമ്മൾ മറ്റുള്ളവരുടെ എല്ലാം സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ നിന്ന് ആ കാർമിക് സൈക്കിളിനകത്ത് നിന്ന് ചുറ്റിക്കറങ്ങാതെ വെൻ യു സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ, the success, the victory, all the manifestations, all your dreams will come to the reality എന്നാണ് അതിൻ്റെ ആ ഒരു സാരം. യൂണിവേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾക്കതിൽ മനസ്സിലാകും. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിർത്തിവെക്കരുത്. ശ്രീയം എന്ന് പറയുന്ന മഹാവതാർ ബാബാജിയുടെ ഡിസൈപ്പിളായിട്ടുള്ള ആ വ്യക്തിയുടെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്, നമ്മൾ കടന്നുപോയ കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം പലർക്കും അത് ഇല്യൂഷണറിയാണ്, വളരെ വിയേർഡായിട്ട് തോന്നും. പക്ഷേ അതൊക്കെ അവരുടെ അനുഭവങ്ങളാണ്. ആ അനുഭവത്തിലൂടെ നമ്മൾ കരകയറി വന്ന് ആ ഒരു സോളിന് ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു അവേക്കനിങ് അല്ലെങ്കിൽ ഒരു അസെൻഷൻ ഒക്കെ സംഭവിച്ച് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു റീബർത്ത് ഒക്കെ ഉണ്ടായ ഒരു വലിയ മാറ്റം സംഭവിച്ച് അങ്ങ് മുകളിൽ നിൽക്കുന്ന സമയത്ത് ഒരു മലയുടെ ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒന്നും തോന്നുന്നില്ല. കാരണം ഈശ്വരൻ എന്ന് പറയുന്ന പരമ ചൈതന്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് നമുക്കൊന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല, മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല എന്നും ഒരുപോലെ എന്ന് നമ്മൾ വിചാരിക്കില്ല. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാവരും മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒന്ന് നിർത്തിവെക്കാൻ പാടില്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, നമ്മളുടെ ശരീരവും മനസ്സിനെയും ഒരേ തട്ടിൽ നിർത്തിക്കൊണ്ട് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് അർദ്ധനാരീശ്വര സങ്കല്പം പോലെ ദ ഡിവൈൻ ഫെമിനിൻ ആൻഡ് ദ ഡിവൈൻ മസ്കുലിൻ, ഇത് രണ്ടും ഒരു ശരീരത്തിലുള്ളതാണ്. അപ്പോൾ അതിനെ രണ്ടിനെ ബാലൻസ് ചെയ്തുകൊണ്ട് വളരെ കൂളായി, വളരെ കംഫർട്ടബിളായി, മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ വളരെ സ്മാർട്ടായി, വളരെ ഹാപ്പിയായി, വളരെ കോൺഫിഡൻ്റായി, ആർക്കും നമ്മളെ തോൽപ്പിക്കാനോ ആർക്കും നമ്മളെ തകർക്കാനോ ആർക്കും നമ്മളെ നിർത്തിവെക്കാനോ പറ്റില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് നമ്മൾ കുതിച്ചു പാഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവറാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറിവ് മനസ്സിലാക്കുക.
മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് കുഞ്ഞു ഡയമണ്ട്സ് ആണ്, ജുവൽസ് ആണ്. അത്ര പവിത്രമാണ് എനിക്ക്. അപ്പോൾ എൻ്റെ ദൗത്യം എന്ന് പറയുന്നതും ഈ ഭൂമിയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ അറിയാവുന്ന രീതിയിൽ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള ധീരജ് വത്സലൻ, അങ്ങനെയാണെന്ന് തോന്നുന്ന പേര്, അദ്ദേഹം എൻ്റെ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ എനിക്കൊരു 4-5 ദിവസം കൊണ്ട് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് വളരെ പവർഫുള്ളായിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. സങ്കടങ്ങളിൽ എന്തെങ്കിലുമാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ആ കാലഘട്ടമൊക്കെ മാറും, ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ദൈവമൊന്നുമില്ല, അല്ലെങ്കിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ ഞാൻ സങ്കല്പിച്ച ആ ഒരു ദൈവവിശ്വാസമൊക്കെ എനിക്ക് തന്നെ ഒരു ഊരാക്കുടുക്കായി വന്ന് നിൽക്കുകയാണെന്നൊക്കെ എന്തൊക്കെയോ ഒരു ചിന്തകളുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഡീപ്പായിട്ടുള്ളൊരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ പ്ലീസ് ഹെൽപ്പ് ഹിം എന്നതാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പറോ മെയിൽ ID അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലീസ് ഇത് കേട്ട് ഇറിറ്റേറ്റഡ് ആവരുത്. എനിക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ല ഈ മെസ്സേജ് ഒന്ന് പാസ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഇമെയിൽ ID ഇതിലൊന്ന് കൊടുത്തേക്കാം. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തി എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. കാരണം ഡിവൈൻ ഗൈഡൻസ് ആണ്, തള്ളിക്കളയാൻ പറ്റില്ല. 2-3-4 ദിവസം കൊണ്ട് എനിക്ക് ഈ മെസ്സേജ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ സന്തോഷമായിരിക്കുക എല്ലാവരും. വളരെ പോസിറ്റീവായിട്ടും പവർഫുള്ളായിട്ടും ഇരിക്കുക. നമുക്കൊരു കൂട്ടായ്മ പോലെ എല്ലാവർക്കും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കൂട്ടായ്മ പോലെ മുന്നേറാം. എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു.